എന്നതാണ് എന്റെ കർത്തവ്യം. പക്ഷേ കുടുംബത്തെ കുറിച്ച് പറയാനുള്ളതെല്ലാം എന്റെ മുന്നേ വന്ന് പറഞ്ഞ ആളുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ബ്ലാങ്കാണ്, എനിക്കൊന്നും പറയാനില്ല. സമാധാനത്തോടെയും സന്തോഷത്തോടെ ഒക്കെ കഴിയുന്ന ആളുകളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പോകാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ വേദിയിൽ പ്രതീക്ഷിച്ചിരുന്നത് കുറച്ചും കൂടെ ചെറുപ്പക്കാരെയാണ്. കാരണം അവരാണ് ഇനിയുള്ള നമ്മുടെ എന്താ പറയാ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നമുക്കറിയാം ഇന്നത്തെ യുവത്വം വളരെ വല്ലാത്ത ഒരു മോശം അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. എല്ലാവരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിയും പിടിയുമായിട്ട് നമുക്ക് പത്രങ്ങളിലും ടി വിയിലൊക്കെ നമുക്ക് കാണാനുള്ളത് ഇതൊക്കെ തന്നെയാണ്. അപ്പൊ അവര് ഇന്ന് നമുക്കറിയാം ചെറുപ്പക്കാരായ ആളുകള് പണ്ട് നമ്മളൊക്കെ ജീവിച്ച പോലെ അല്ല. എല്ലാവരും മൊബൈൽ ഫോണിലാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും അവരുടെ വിരൽത്തുമ്പിൽ കിട്ടും, അവരുടെ സ്ക്രീനിൽ കിട്ടും. പണ്ടൊക്കെ നമ്മള് മനുഷ്യരായ നമ്മുടെ മുത്തച്ഛന്മാര് അച്ഛനമ്മമാരൊക്കെ നമുക്ക് മനുഷ്യത്വത്തെ കുറിച്ചായിരുന്നു മക്കൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നത്. ആളുകളെ ബഹുമാനിക്കാനും ആദരിക്കാനും അവരോട് എങ്ങനെ പെരുമാറണമെന്നൊക്കെ നമുക്ക് അവർ പറഞ്ഞു തന്നു. അതിന്റെ ഭാഗമായി നമ്മുടെ തലമുറ വരെ ഇന്ന് ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല. ഇന്നത്തെ കുട്ടികൾ ഫുൾ ടൈം മൊബൈൽ ഫോണാണ്. അവർ തല ഉയർത്താറില്ല. അവർ തല താഴ്ത്തി വെച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. നമ്മളൊക്കെ വിനയത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പണ്ടൊക്കെ തല താഴ്ത്തി നിന്നിരുന്നത്. പ്രായമായ ആളുകൾ വരുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് അച്ഛൻ കയറി വരുമ്പോ, അല്ലെങ്കിൽ ഗുരുനാഥന്മാര് കയറി വരുമ്പോ നമ്മൾ എഴുന്നേൽക്കുമായിരുന്നു, അവരെ ബഹുമാനിക്കുമായിരുന്നു, മുണ്ടിനെ മടിക്കുത്ത് അഴിച്ചിടുമായിരുന്നു. ഇന്നത്തെ ചെറുപ്പക്കാരിൽ നമുക്ക് അതൊന്നും പ്രതീക്ഷിക്കാനാവില്ല. ഇന്നത്തെ തലമുറ അങ്ങനെയൊന്നും അല്ല. അവരിന്ന് ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, അവരാരോടും സംസാരിക്കുന്നില്ല. ഒരു ഫംഗ്ഷന് പോകാൻ പോലും കുട്ടികൾക്ക് മടിയാണ്. കാരണം അവർക്ക് മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ ഇഷ്ടമല്ല. അവരുടേതായ ഒരു ലോകത്തിലേക്ക് അവർ ഒതുങ്ങുകയാണ്. ഇപ്പൊ നമ്മളെ പോലെ അല്ലെങ്കിൽ ബഹുമാനിക്കേണ്ടുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ചെവിയിൽ വെച്ചിരിക്കുന്ന ഹെഡ്സെറ്റ് ഒന്ന് പുറത്തേക്ക് എടുത്താൽ നമ്മളൊന്ന് നോക്കിയാൽ അവരുടെ ഭാഷയിൽ നമ്മളെ ആദരിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. ആ ഹെഡ്സെറ്റ് ഒന്ന് എടുത്ത് പുറത്തേക്ക് വെക്കാതെ നമ്മളൊന്ന് നോക്കിയില്ല എങ്കിൽ ഐ ഡോണ്ട് കെയർ എന്ന പോലെയാണ്. നിങ്ങൾ എന്റെ പ്രശംസയ്ക്ക് പാത്രമല്ല എന്നാണ് എൻ്റെ അർത്ഥം. നമ്മൾ അങ്ങനെയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻ തലമുറയിലുള്ള പ്രായമായ ആളുകളെ ആദരിക്കുന്ന ഈ ചടങ്ങില് ഇവരിൽ നിന്നെല്ലാം നമുക്ക് കിട്ടിയ കുറെ പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തരം കുടുംബ സംഗമങ്ങളുടെ പ്രസക്തി. നമ്മൾ മനസ്സിലാക്കിയ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മളെ വരും തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുക, അവരെ നന്മയുള്ളവരാക്കി മാറ്റുക, അവരെ പ്രകാശമുള്ളവരാക്കി മാറ്റുക. അതിന് ഇത്തരം വേദികൾ വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. നമുക്ക് സംസാരിക്കാൻ വളരെ കുറെ സമയമേ ഉള്ളൂ. കാരണം എല്ലാവരും തിരക്കിലാണ്, എല്ലാവരും മത്സരത്തിലാണ്. മുൻപ് നമ്മുടെ പ്രാസംഗികൻ പറഞ്ഞതുപോലെ, നമ്മുടെ മാഷ് പറഞ്ഞ പോലെ ആത്മഹത്യകളുടെ എണ്ണം വളരെ 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 വലുതാണ്. എന്താന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ആഗ്രഹങ്ങളെക്കാൾ അപ്പുറത്ത് ആഗ്രഹങ്ങളെ